ബിയുമ്മയുടെ മരണം 4 പ്രതികളും റിമാൻഡിൽ. കൽപ്പറ്റ മുനിസിഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ ഈ മാസം 27 വരെ റിമാൻഡ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്രതിയെ ജുവനൽ ബോർഡിലേക്ക് അയച്ചു. മേപ്പാടി 1-ാം മൈലിൽ ബൊലേറോ വാഹനം ഇടിപ്പിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ ബിയുമ്മ മരിച്ച സംഭവത്തിൽ 5 പേരെയാണ് മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബൊലേറോ വാഹനത്തിലുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശികളായ അരമങ്ങാനം പുതിയ വളപ്പ് വീട്ടിൽ പ്രശാന്ത്, പെരുമ്പള വയലാംകുഴി പച്ചിലങ്കര വീട്ടിൽ നിധി നാരായണൻ, പെരുമ്പള വയലാംകുഴി ചാവക്കാട് വീട്ടിൽ നിതിൻ നാരായണൻ, കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി എന്നിങ്ങനെ 4 പേരാണ് ഇന്ന് പിടിയിലായത്. വാഹനമോടിച്ച 1-ാം പ്രതിയും ഡ്രൈവറുമായ കാസർഗോഡ് പെരുമ്പള കോളിയടുക്കം വയലാംകുഴി കല്ലിങ്കൽ വീട്ടിൽ അഖിലിനെ മുൻപ് അറസ്റ്റ് ചെയ്യുകയും കോടതി മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. വാഹനാപകട മരണമായി കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയതിൽ കൊലപാതക ശ്രമം എന്നീ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും മറ്റുള്ളവരെ കൂടി പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മേപ്പാടി സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHOAU ജയപ്രകാശിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. ജൂൺ 8-ന് ഞായറാഴ്ച ഉച്ചയോടെ മേപ്പാടി മാപ്പിളത്തോട്ടം എന്ന സ്ഥലത്താണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. നെല്ലിമുണ്ട പൂളപ്പറമ്പൻ ഇബ്രാഹിമിന്റെ ഭാര്യ ബിയുമ്മയും ഇവരുടെ ചെറുമകൻ അഫ്ലഹും സ്കൂട്ടറിൽ യാത്ര ചെയ്ത് പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറി വരവെ മേപ്പാടി ഭാഗത്തു നിന്നും ചൂരൽമല ഭാഗത്തേക്ക് പോകുകയായിരുന്ന 5-അംഗ സംഘം സഞ്ചരിച്ച ബൊലേറോ വാഹനത്തിന് മുന്നിൽപ്പെട്ടു. ഇതിനെ ചൊല്ലി ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ശേഷം മുന്നിലിരുന്ന സ്കൂട്ടറിനെ പിന്തുടർന്ന് ഇടിക്കുകയുമായിരുന്നു. തെറിച്ചു വീണ ബിയുമ്മയുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കുകയും ബൊലേറോയുടെ അടിയിൽപ്പെട്ട അഫ്ലഹിനെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ചെയ്തു. സംഭവത്തിൽ ബിയുമ്മ മരണപ്പെടുകയും അഫ്ലഹിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു.